ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹലോ സർ. ഹലോ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇത് യൂട്യൂബിലിടും. ഓക്കെ സർ. ഓക്കെ, ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ് സർ. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഒരു ബ്രാൻഡാക്കി മാറ്റണമെന്നുണ്ട്. ഓക്കെ. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള അങ്ങനെ എത്ര എനിക്ക് എത്ര വർഷം തുടങ്ങിയതേ ഉള്ളൂ. എത്ര വർഷം തുടങ്ങിയത് 6 മാസം ആയിട്ടുള്ളൂ. 6 മാസമായിട്ട്. ഓക്കെ. ഓക്കെ, ഓൺലൈനാണോ ഓഫ്ലൈനാണോ? ഓൺലൈനിലാണ് സർ. ഓൺലൈൻ. ഓൺലൈൻ വാട്സപ്പ് വഴിയാണ് വാട്സപ്പ്. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പോ ആൾമോസ്റ്റ് 5 ബാച്ച് കഴിഞ്ഞ്. 5 ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? 5 ബാച്ചിലായിട്ട് 60 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവര് കുറച്ച് കുറവാണ്. എത്ര ശതമാനം പേര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു? 60-ൽ 50% ചെയ്തിട്ടുണ്ട്. എത്ര? 50% ചെയ്തിട്ടുണ്ട്. ഓക്കെ, 50%. അപ്പൊ 30-ഓളം ആൾക്കാർ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. 30 പേര്. അത് എത്ര മാസത്തെ കോഴ്സ് ആയിരുന്നത്? 1 മാസത്തെ കോഴ്സ്. 1 മാസത്തെ കോഴ്സ്. ആ 1 മാസം കൊണ്ട് അവർ ഇംഗ്ലീഷ് പഠിക്കുമോ? എങ്ങനെയാണ്? ഇംഗ്ലീഷിന് എന്താണ് അവർ ചെയ്യുന്നത്? ഇംഗ്ലീഷ് ബേസിക്കലി ഗ്രാമർ ക്ലാസ് കൊടുക്കും. അത്യാവശ്യം യൂസേജ് ചെയ്യുന്ന ഗ്രാമർ ക്ലാസ് ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ കൂടെ കുറെ ആക്ടിവിറ്റികൾ ഉണ്ടാവും. അതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോഴ്സാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇംഗ്ലീഷിലൊരു ഗ്രിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അവരെ ഫീഡ്ബാക്ക് കിട്ടിയോ നിങ്ങൾക്ക്? അതെ, ഫീഡ്ബാക്ക് വോയിസിലാണ് കിട്ടിയത്. വീഡിയോ 2-3 പേര് ചെയ്തു, അത് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, അവരോട് ചോദിച്ചിരുന്നോ ടെസ്റ്റിമോണിയൽ തരാൻ പറഞ്ഞു? നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ടെസ്റ്റിമോണിയൽ തരാൻ പറഞ്ഞിരുന്നു നിങ്ങൾ? അതെ, പറഞ്ഞിരുന്നു. അപ്പൊ ചില ആളുകൾക്ക് അത് ചമ്മലുണ്ട്, തരാൻ പറ്റും. നമ്മളിപ്പോ ബേസിക്കലി കർണാടക കൊടകിലാണ്. അപ്പോ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറെ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കാരാണ് കൂടുതലും ചേരുന്നത്. അപ്പോ അവര് കൂടുതലും ലേഡീസ് ആണ് ഉണ്ടാകുക. അവർക്ക് വീഡിയോത്തിൽ വരാനുള്ള ഒരു ചമ്മലുണ്ട്. അങ്ങനെ 4 കുട്ടികൾ തന്നിട്ടുണ്ട്, അത് ക്ലിയർ ഇല്ലായിരുന്നു സർ. ഓക്കെ, വോയിസും വീഡിയോ ചിലപ്പോൾ ക്ലിയർ ആവില്ല അല്ലേ? അതെ, വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇത് ഫസ്റ്റിൽ നിങ്ങൾ 6 മാസം മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ? ആദ്യത്തെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? ആദ്യത്തെ ബാച്ചിൽ 23 പേരുണ്ടായിരുന്നു സർ. 23 പേര്. എങ്ങനെ 23 പേര് വന്നത്? അതെ, ഞാൻ പോസ്റ്റർ അടിച്ചു. അങ്ങനെ പോസ്റ്റർ വെച്ചാൽ എവിടെ പോസ്റ്റർ അടിച്ചു നിങ്ങൾ? ഇതിൽ പോസ്റ്റർ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തു. വാട്സപ്പിൽ കൂടെ. ഓക്കെ. എത്ര ഫീസ് നിങ്ങൾ വാങ്ങിക്കുന്നത്? 500 rupees. 500 rupees. 1 മാസത്തിന് 500 rupees അല്ലേ? അതെ. അല്ല, ശരിയല്ലേ? കറക്റ്റ് ആയിട്ട് പറയാം. 500 rupees 1 മാസത്തിലല്ലേ? അതെ, 1 മാസത്തിന് 500 rupees. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് വേറെ ജോബ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണോ ജോബ്? എന്താണിത്? അതെ, ഞാനൊരു ഉസ്താദാണ്. ഓക്കെ. പള്ളിയിൽ പഠിപ്പിക്കണം അതല്ലേ? അതെ, പള്ളിയിൽ പഠിപ്പിക്കുന്ന. അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ? അതാണ്? അതെ, പ്രൊഫഷണൽ അതാണ്. അവിടെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്? അതെ, സാലറി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഒരു പാഷനായിട്ടാണോ, അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനോ, സൈഡ് പ്രൊഫഷനായിട്ട് എടുക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇതൊരു പാഷനാണ്. അതെ, പ്രൊഫഷണലായിട്ട് എടുക്കണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, പ്രൊഫഷനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മന്ത്ലി എത്ര ഒരു എമൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മന്ത്ലി ഒരു 30,000 എങ്കിലും. 30,000 അല്ലേ? 30,000 ആണെങ്കിൽ 30,000 അല്ലേ പറഞ്ഞേ? അതെ. 30,000 ആണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 1000 രൂപ വെച്ചിട്ടാണെങ്കിൽ എത്ര ആൾ വേണം? 30 ആൾ വേണം. 30 സ്റ്റുഡൻസ് വേണം. 30 സ്റ്റുഡൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് 500 വെച്ചിട്ടാണെങ്കിൽ 60 സ്റ്റുഡൻസ് വേണ്ടേ? 60. അതിപ്പോ നമ്മൾ ബേസിക് തുടക്കമായതുകൊണ്ട് 500 വെച്ചതാണ്. ഓക്കെ. അപ്പൊ കുറച്ചൊന്ന് ഇംപ്രൂവ് ആയപ്പോ ഫീസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഇംപ്രൂവ് ആയിട്ടുണ്ടോ? ഇംപ്രൂവ് ആകുന്നുണ്ട്. അതെ, 6 മാസമല്ലേ നിങ്ങൾ സ്റ്റുഡൻസ് ഇംപ്രൂവ് ആയിക്കണോ? അതെ, സ്റ്റുഡൻസ് കൃത്യമായി നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്.
ഓക്കെ. അപ്പൊ നല്ല അതിലാണ് ഫുഡ്. അപ്പം കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്താദ് ഇമ്പ്രൂവ് ആവണ്ടേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മള് ചോദിക്കുന്നത്, നിങ്ങൾ 6 മാസത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ടിരിക്കണോ ഞാൻ ചോദിക്കുന്നത്. അതെ അതെ. ഞാന് അൽഹംദുലില്ലാ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് 1000 റുപ്യ ആക്കിക്കൂടെ? ഫീസ് അതൊരു ഉള്ളിലൊരു പേടിയുണ്ട്. ആരും ആക്കിയാല് നമുക്ക് അപ്പോൾ സ്റ്റുഡൻസിനെ കിട്ടും. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചെറിയ പേടിയുണ്ടെന്നോ? എനിക്ക് മനസ്സിലായി ഫസ്റ്റ്. സ്റ്റുഡൻസിനെ കിട്ടുമെന്നുള്ളതാണ് പേടി. അതാ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് പേടിയുണ്ട്. ആ പേടി വരാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്ത കാരണം. മനസ്സിലാവുണ്ടോ? എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ വെറും 8 ക്ലാസ്സിന് വേണ്ടി മാത്രം 6000 റുപ്യ വാങ്ങിക്കുന്നുണ്ട്. 8 മണിക്കൂറിന് വേണ്ടി മാത്രം. ഓക്കെ സർ. മനസ്സിലാവുണ്ടോ? വെറും 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി നോക്കിയാൽ മതി. ഫാത്തിമ മൻഹ എന്ന് പറഞ്ഞിട്ട് 6000 ഓക്കെ റുപ്യ വാങ്ങിക്കുന്നത്. അതേപോലെ വേറെ കുട്ടിയുണ്ട്, സന യാസർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഓക്കെ 11th എത്തിയിട്ടുള്ളൂ. അത് പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നത് അമേരിക്കൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം, ഇങ്ങോട്ടല്ല. ഇവിടുന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അത് എൻ്റെ സ്റ്റുഡൻ്റ് തന്നെ. ഓക്കെ അതേപോലെ സഫ മജീദ് ഉണ്ട്, ഇംഗ്ലീഷ് ഫിറ്റ്നസ് കോച്ച്. ഓക്കെ സർ. അതൊക്കെ ഹൈ എമൗണ്ട്, ലക്ഷങ്ങളിലാണ് വാങ്ങിക്കണത്. ഓക്കെ അറിയാം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? തംസപ്പ് പേരാ. ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫീസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർ. നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ 1, നിങ്ങളുടെ ബ്രാൻഡ് വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് വളർത്തണം. ഓക്കെ സർ. നിങ്ങളെ ബ്രാൻഡ് വളർത്തണം, നിങ്ങൾ കോൺഫിഡൻസ് വളരണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാം. ആദ്യം 500 റുപ്യക്ക് നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ 500ന് ശേഷം പിന്നെ വേറെ 2000, 5000, 10,000 റുപ്യേൻ്റെ വേറെ രണ്ടാമത്തെ കോഴ്സ് കൊടുക്കണം. അല്ല, ഓക്കെ നിങ്ങൾ ഈ 500 റുപ്യേൻ്റെ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം, സർ. എവിടെ എത്തില്ല. ഓക്കെ സർ. അത് മനസ്സിലായില്ലേ? ശരിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ സർ. ബിസിനസ് മോഡൽ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ ബിസിനസ് മോഡൽ നിങ്ങൾ ഇത് ഫസ്റ്റ് ലെഗ് ആക്കാം. ട്രിപ്പ് വയർ എന്ന് ഇതിനെ പറയാം. ട്രിപ്പ് വയർ എന്ന് വെച്ചാൽ ആദ്യത്തെ കുറഞ്ഞ എമൗണ്ട് കൊണ്ട് ഒരാളെ കൊണ്ടുവരാൻ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ കോഴ്സ് തന്നെ, ഇപ്പോൾ ലീപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അത് ഞങ്ങൾ ഒരു 1000 റുപ്യ മാത്രമേ എടുക്കുന്നുള്ളൂ. 1000 ഓക്കെ റുപ്യ എടുത്തു കഴിഞ്ഞിട്ട് അവരോട് വന്ന് പറയും, നിങ്ങൾ ഞങ്ങളുടെ കോഴ്സ് 2 ആഴ്ച വന്ന് ധൈര്യത്തിൽ പങ്കെടുത്താം. ഓക്കെ പങ്കെടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പൈസ തിരിച്ചു തരാൻ അങ്ങോട്ട്. ഒരു പ്രശ്നമില്ല, ഓക്കെ പൈസ സർ. കംപ്ലീറ്റ് തിരിച്ചു തരാം. ഞങ്ങൾക്കറിയാം പോകില്ല എന്നുള്ളത്. ആ ഓക്കെ 2 ആഴ്ചൻ്റെ ഉള്ളിൽ അവർക്കറിയാം കോൺഫിഡൻസ് ആണ്. ഞങ്ങളുടെ കോണ്ടന്റ് എന്താണെന്നുള്ള, ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തരുന്നത് 14,000 റുപ്യാണ്. അത് കഴിഞ്ഞ് ഓക്കെ 6 സർ. മാസം കഴിഞ്ഞിട്ട് 15,000 റുപ്യ ആയിരുന്നു. ടോട്ടൽ ഒരു വർഷത്തിൽ അവർ 30,000 റുപ്യ ആയിരുന്നു. ശരിക്കും 1,20,000 റുപ്യേൻ്റെ കോഴ്സ് ഞങ്ങൾ ആകെ കൂടെ 30,000-ന് കൊടുക്കുന്നത്. പക്ഷെ അവർ വരുന്നുണ്ട്. എല്ലാ ബാച്ചും ഫുള്ളാണ്. ഓക്കെ സർ. എല്ലാ ബാച്ചും ഫുള്ളാണ്. കാരണം വെച്ചാൽ അവർക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് ധൈര്യത്തിൽ പറയാം കോണ്ടന്റ് അത്രയും ക്ലിയർ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കോണ്ടന്റ് കുറച്ചും കൂടെ പവർഫുൾ ആക്കാം. ഓക്കെ, നിങ്ങളുടെ ഓക്കെ ധൈര്യം സർ. കുറച്ചും കൂടെ കൂട്ടുക. ഒരു ശരിക്കുള്ള ഓക്കെ മാർക്കറ്റിംഗ് ചെയ്യുക. വാട്സപ്പിൽ മാത്രം വിശ്വസിച്ച് ചെയ്യരുത്. അതിൽ എവിടെയും നടക്കാൻ പോകുന്നില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ വേണമെങ്കിൽ, ഓക്കെ, ഓക്കെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കാം. പക്ഷേ മാർക്കറ്റിംഗ് അതൊരു നല്ലൊരു സോഴ്സ് ആണെന്ന് തോന്നുന്നില്ല എനിക്ക്. ഓക്കെ സർ. മനസ്സിലായി? അപ്പം നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി റെഡിയാണോ? അല്ല, ഞാനിപ്പോ കർണാടകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കർണാടക രീതിയിൽ മാർക്കറ്റ് ചെയ്യാണ്. നിങ്ങൾ മലയാളിയാണോ അല്ലെങ്കിൽ ഇതാണോ? അത് നമ്മള് കൊടകിൽ എങ്ങനെയാണ്, നമ്മള് കർണാടക ബോർഡർ ആണ്. ഇന്ന് ഫുള്ള് എന്താണ് നേരത്തെ വന്ന് ഇവിടെ കാസർഗോഡ്, ഇത് കൊടക്, ഇന്ന് ഫുള്ള് ആ ഏരിയകളിൽ നിന്ന് ഇന്ന് എന്താ പറ്റിയോ എനിക്കറിയില്ല. ഫുള്ള് ആ ഏരിയ നിന്നാണ് വരുന്നത്. ഗുഡ്. പുതിയ ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങോട്ടൊക്കെ എത്തിയെന്നുള്ളതാണ് നിങ്ങളെ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണല്ലോ. നിങ്ങളൊക്കെ നന്നായി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ സർ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് അറിയുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കൈ പൊള്ളുന്ന രീതിയിലും ചെയ്യരുത് കേട്ടോ. കാരണം കൈ പൊള്ളും ചിലപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊള്ളും. അപ്പോൾ ഞാനൊരു പൈസയും മാർക്കറ്റിംഗ് കൊടുക്കാറില്ല. നിങ്ങൾ പിന്നെ എന്നെ അറിഞ്ഞത് എങ്ങനെയാണ്? എന്നെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ ഈ ലിങ്ക് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്ക്? എന്റെ സുഹൃത്ത് തന്നതാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തിന് എവിടെ കിട്ടിയിട്ടുണ്ടാവും? യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതെ. മനസ്സിലായി? യൂട്യൂബിൽ താഴെ എൻ്റെ ലിങ്ക് ഉണ്ട്. അങ്ങനെയുള്ള അല്ലാതെ ഞാനൊരു പൈസ മാർക്കറ്റിങ്ങിനൊന്നും ചിലവാക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം കുറച്ച് മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, ജനങ്ങൾ നിങ്ങളെ പറ്റി അറിഞ്ഞു വരട്ടെ, നിങ്ങളുടെ സ്റ്റൈല് പഠിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളായിട്ട് പെരുമാറുന്നത് മനസ്സിലാക്കട്ടെ, അവരെ ക്വാളിറ്റി എന്താണെന്നോ അവരുടെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, അവരെ കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് പൈസ തരാൻ തുടങ്ങും.
ഓക്കെ സർ. ഓക്കെ, അപ്പോൾ അതിന് ഏകദേശം ഒരു വർഷം കൊടുക്കുക. നിങ്ങളുടെ വയസ്സിപ്പോൾ എത്ര പ്രായത്രേ? 28. യു ആർ വെരി യങ്. ഓക്കെ, നിങ്ങളുടെ ഇരട്ടി വയസ്സുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു വർഷം അതിന് കൊടുക്കാം. എന്നിട്ട് Okay, sir. നല്ല ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ. നിങ്ങളെ ഫേസ് എല്ലാവരും അറിയണം. നിങ്ങൾ Okay. യൂട്യൂബിൽ വന്നൊരു സംസാരം, യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ? ഇല്ല, യൂട്യൂബ് ചാനൽ ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് നല്ലൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരു എനിക്ക് ആഴ്ച editor- ഞാൻ ഇപ്പൊ ചാലഞ്ച് ആണ്. നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ചാലഞ്ചാ. ഞാൻ എവിടെ വെച്ചിട്ടാ ചാലഞ്ച് ചെയ്യുന്നത്? എനിക്ക് എഡിറ്റർ പ്രശ്നമുണ്ട് സാറേ. അത് എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ അതൊക്കെ വെറുതെ എക്സ്ക്യൂസുകളാണ്. ഞാൻ ചോദിക്കണത്, ഒരാഴ്ച കൊണ്ട് നിങ്ങളെ കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ ഡൺ. ഉറപ്പല്ലേ? കാരണം ഇവിടുത്തെ കുട്ടികൾ ഞങ്ങൾക്ക് ക്ലാസ് ട്രെയിനിങ് ഉണ്ട് ഇവിടെ. ഇത് പ്രോഗ്രാം ഉണ്ട്, ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം. അത് ടീൻ ടോക്ക് ഉണ്ട്, അതിൽ സ്മാർട്ട് ടോക്ക് ഉണ്ട്, കിഡ്സ് ടോക്ക് ഉണ്ട്. 12 വയസ്സ്, അതായത് 6 വയസ്സ് മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾക്ക് കിഡ്സ് ടോക്ക് എന്നാ പറയുക. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ടീൻ ടോക്ക് എന്നാ പറയാം. അത് കഴിഞ്ഞ് 19 വയസ്സിന് മേലുള്ളവർക്ക് സ്മാർട്ട് ടോക്ക്. ഇത് മൂന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അവരെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ സർ. അവരെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും, പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവർ വെബിനാർ ചെയ്തിട്ടുണ്ടാവും, ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് അവർ സർട്ടിഫൈ ചെയ്യുന്ന ആള്. ഇതൊക്കെ ചെറിയ കുട്ടികളാണ്, 19 വയസ്സിൽ ചെറിയ കുട്ടികളാണ്. 12 വയസ്സിൽ ചെറിയ കുട്ടികളാണ്. മറ്റേത് 19 വയസ്സിന് മേലുള്ള പ്രൊഫഷണൽസ് ആയിട്ട് നടക്കിയതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടേക്കോ ബാക്കിലാ. അതെ, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് തുടങ്ങണേ. അപ്പൊ എന്നാ നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ? വിത്തിൻ 1 വീക്ക്. ഏതാ ഡേറ്റ്? ഏതാ? ഇത് നിങ്ങൾ ഉസ്താദാണ്. നിങ്ങൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം കേട്ടോ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഏതാ ഡേറ്റ് നോക്കി, ഇപ്പൊ കലണ്ടർ നോക്കി പറ, എത്ര ഡേറ്റ് എന്ന് പറ. നോക്കുന്നുണ്ട് സാറേ. നോക്കി 25 സർ. ഓക്കെ, 25 റിലീസ് ചെയ്ത് ഉറപ്പല്ലേ? ഓക്കെ. ആ റിലീസ് ചെയ്ത ലിങ്ക് അയച്ചാൽ ഞാൻ നാട്ടിലുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടോളാം. ധൈര്യല്ലേ? വാക്കാണ്. ക്ലാരിറ്റി കിട്ടിയപ്പോ? കിട്ടി. ഉറപ്പല്ലേ? 0 to 10 ഹൗ മച്ച്? എത്ര? 1 മുതൽ 10 വരെ എത്രയാണ് ക്ലാരിറ്റി കിട്ടിയത്? 10. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്.